നമ്മുടെ ഷാഫി എങ്ങോട്ട് പോയെന്നാ പറഞ്ഞേ? വാട്ടർഫോർഡ്. ഓ, വാറ്റ്ഫോർഡിലേക്കായിരിക്കും. ആ അത് തന്നെ. നല്ല രസമുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. ഹോട്ടലിലെ കാര്യങ്ങളൊക്കെ അവൻ തന്നെ നോക്കി നടത്തുന്നത്. ഓണർ നാട്ടിൽ വേറെ എവിടെയാണ്. ഹോട്ടലിൻ്റെ തൊട്ടുപുറകെ തന്നെ അവൻ താമസം. ഈ വേസ്റ്റ് ഒന്നും ഇതുവരെ എടുത്ത് കളഞ്ഞില്ലേ? ഇൻസ്പെക്ടർമാർ ചെക്ക് ചെയ്യാൻ വരുമ്പോഴേ ഇത് മാത്രം മതി ലൈസൻസ് പോകാൻ. ഒന്ന് പെട്ടെന്ന് ആവട്ടോ. ആ സിജുവേ, ആ ബഫയ്ക്കുള്ളതെല്ലാം ഓക്കെ അല്ലേ? ആ എന്താടോ അത് പുറത്ത് പോലീസ്. ഓ, ഇയാളെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. എടോ, താൻ ഈ നാട്ടിൽ വന്നിട്ട് വല്ല കൊലപാതകം ചെയ്തിട്ടുണ്ടോ? ഇല്ല. തൻ്റെ പേര് മുഹമ്മദ് എന്നോ ബില്ലാടെന്നാണോ? പിന്നെ താൻ എന്തിനാണോ ഈ പോലീസിനെ പേടിക്കണത്? എടോ, ഈ ലണ്ടൻ നഗരത്തിലെ പകുതി ജനത നിന്നെ പോലെയാ, ഇല്ലീഗലാ. ഇവന്മാരെയൊക്കെ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോലീസുകാർക്ക് പിന്നെ അതിനെ സമയം കാണൂ. നല്ല അറിഞ്ഞോണ്ടൊരു കുരുക്കി ചാടുണ്ടല്ലോ. ഓ, ചില നേരത്ത് ഇയാളെ സ്വഭാവം ഉണ്ടല്ലോ. എടോ, ഇത്ര ധൈര്യമില്ലെങ്കിൽ താൻ എന്തിനാ ഇവിടെ വിസിറ്റിംഗ് വിസായിൽ വന്നിട്ട് മുങ്ങാൻ തന്നോട് ആരെങ്കിലും പറഞ്ഞോ? ചേടാ, എല്ലാ കുറിച്ചും കറങ്ങി തിരിഞ്ഞ് കറക്റ്റായി എൻ്റെ മുതുകത്ത് തന്നെ വരുമല്ലോ. ആ വേസ്റ്റ് ഞാൻ കൊണ്ട് പറയാം. നീ അകത്ത് പോയി ചിക്കൻ നോക്കാം. ആ പിന്നെ ഇന്ന് വൈകിട്ട് 2-3 ഡെലിവറി ഉണ്ട്. സിജുവിന് എങ്ങാണ്ട് പോണം, താൻ വരണം. അല്ല, ഡെലിവറി ഞാൻ ഇത്. ആ, ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കണത്. ആ പാകിസ്ഥാനി പയ്യനെ ഞാൻ അവിടെ നിർത്തിയിരിക്കുക. ജമ്മിയും മറ്റും വന്നതിന് ശേഷം ഞാൻ പോയി ക്ലോസ് ചെയ്യാം. അവരെപ്പോഴും എത്തും? 4-5 മണിയാവും. മേഘു എത്തിയോ? ആ, വന്നു. എന്നിട്ട് നേരെ കഥ അടച്ച് റൂമിൽ ഇരിപ്പുണ്ട്. മേഘു, 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 മേഘു. നീ എന്നാ മമ്മി വിളിച്ച് ഫോൺ എടുക്കാഞ്ഞു? നീ എവിടെയായിരുന്നു? രാവിലെ എഴുന്നേക്കും മുതൽ ഇതിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന കാണാമല്ലോ. എന്നാൽ നിനക്ക് ഞങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് അയക്കാൻ പാടില്ലേ? മേഘു, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, പോകുന്നത് എങ്ങോട്ടാണെന്നും ആരുടെ കൂടെയാണെന്നും ഞങ്ങളെ അറിയിക്കണമെന്ന്. സ്കൂളിൽ വിട്ട് വീട്ടിൽ കയറണമെന്ന് എത്ര തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. Daddy, I'm not like 5 years old that you've got to check up on me every 2 seconds. Jesus. തർക്കോത്തരം പറഞ്ഞാലുണ്ടല്ലോ, വളർന്ന പെണ്ണാണെന്ന് ഞാൻ നോക്കത്തില്ല, ഒരു വീക്ക് ഞാൻ വെച്ചേക്കും. വേണ്ടെന്ന് വിചാരിക്കുമ്പം മതി. ആ ജിമ്മി വന്നെന്നാ തോന്നുന്നു. ഈ വീട്ടിലെ പ്രശ്നം ഇനി കുടുംബം മുഴുവൻ അറിയിക്കണ്ട. വന്നേ. കഴിഞ്ഞ വർഷം അവിടെ കളിച്ചത് പ്രഹ്ലാദചരിതമായിരുന്നു. കളി കണ്ടു കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് പണിക്കരാശൻ എൻ്റെ തലയ്ക്ക് കൈവച്ചു പറഞ്ഞു, ഭാവിയുണ്ട്, അതെന്നെ പോലെ പാഴാക്കി കളയരുതെന്ന്. ഭാവി നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ നമ്മളെ കൊണ്ടെത്തിക്കുന്ന നാൽക്കവലകൾ, അല്ലാണ്ട് എന്താ അമ്മു ഈ ഭാവി?
ഈയിടെയായി മുഖത്ത് വരുന്ന ഒരേ ഒരു ഭാവേ ഉള്ളൂ, ഭയം. ഒരു ജനസാഗരത്തിനിടയിലും ഏകനായി അനുഭവപ്പെടുന്നവൻ്റെ നിസ്സഹായത. അത് വല്ലാത്തൊരു വേദന തന്നെയാണ്. നിനക്കെഴുതുന്ന ഈ കത്തുകളുടെ ആശ്രയം കൂടി ഇല്ലായിരുന്നു വെച്ചാൽ ഞാൻ ഈ നഗരവേഗങ്ങളിൽ എപ്പോഴോ തകർന്നു പോയാന്. ഇടയ്ക്ക് എന്താണെന്നറിയില്ല, ഒരു വല്ലാത്ത മൂഷിച്ചില്ല, മനസ്സിന് ഒരസ്വസ്ഥത. നാളെ അവധിയാ, അമ്പലം വരെ പോണം, മനസ്സ് നിറഞ്ഞൊന്ന് തൊഴണം. ഇനിയിപ്പോ ലണ്ടൻ പുരത്തപ്പൻ തന്നെ ശരണം. ഇലക്ഷൻ അവർ നടത്തട്ടെ. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ലണ്ടനിൽ മലയാളി അസോസിയേഷൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇത്രയും കാലം ഇല്ലാത്ത ഒരു ഇലക്ഷൻ, അതും ഞാൻ പ്രസിഡന്റ് ആകേണ്ട കൊല്ലം വന്നപ്പോ എങ്ങനെ ഉണ്ടായി? അമ്മൂനറിയാലോ, കഥകളിയില് ഞാൻ ചെയ്യാത്ത ഒരു വേഷം ഉണ്ടായിരുന്നുള്ളൂ, കുശിനിക്കാരൻ. ഇപ്പൊ അതുമായി. ആ വേഷം ഈ നഗരവീഥികളിൽ അടി തീർക്കാനായിരിക്കും എൻ്റെ യോഗം. ഈ ചമയങ്ങളില്ലാത്ത അഭിനയം ഇത്തിരി കഠിനം തന്നെയാട്ടോ. കളിയിൽ ഈ ചായം മുഖത്ത് തേക്കുമ്പോൾ കഥാപാത്രങ്ങൾ രക്തത്തിലേക്ക് അലിയും. പിന്നെ ആടി തന്നെ വേണം അവർ ദേഹം വിട്ടു പോവാൻ. ഇതിപ്പോ പറ. അത് ശരി. ഹൗസ് നമ്പർ 215. ഡെലിവറി കഴിഞ്ഞിട്ട് താൻ ഇവിടെ നിന്നാ മതി കേട്ടോ. ആരോടൊന്ന് ചോദിക്കുക. I think that's the food. എത്രയായി? 14 pounds. Keep it with you. Thank you. Hi everyone. ആഹാ, ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്റെ സ്കൂളൊക്കെ എങ്ങനെ പോകുന്നടി? It's alright. സാലി ചേച്ചി, ഇവളിപ്പോ മലയാളം ഒന്നും പറയത്തില്ലേ? നാട്ടിൽ നിന്ന് വന്നടിക്ക് എന്നാ രസമായിരുന്നു അവളുടെ മലയാളം കേൾക്കാൻ. അവക്ക് മലയാളം പറയാൻ അറിയാഞ്ഞിട്ടല്ല, പറയത്തില്ലെന്നേ. അത് ഇവിടെ വളർന്ന പിള്ളേരൊക്കെ ഇങ്ങനെ. എൻ്റെ ഓഫീസിലും കൊണ്ട് ഒരുത്തൻ 1-2 തവണ മലയാളം പറയാൻ പറഞ്ഞപ്പോൾ അവൻ പറയുക, ഡോണ്ട് ടോക്ക് ടു മീ ഇൻ മലയാളം. ശരി സാഹിബ എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. ഈ പിള്ളേര് പിസ്സ കഴിച്ചു കഴിഞ്ഞോ? എടുത്തങ്ങ് വെച്ചേക്കാം. എടുത്തേ. എന്തൊക്കെ ദോഷം പറഞ്ഞാലും ശരി, ഈ ഒരു കാര്യത്തിന് ഈസ്റ്റാൻ കൊള്ളാം. ഓർഡർ കൊടുത്താലേ ബീഫ് ഉലത്തിയത് വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന സ്ഥലം യൂറോപ്പിൽ പിന്നെ എവിടെയാ? എനിക്ക് ഈ മലയാളികളുടെ കാര്യം ഇതാ മനസ്സിലാകാത്ത. എന്നും തോരനും ഇറച്ചി കൊളുത്തിയത് കഴിച്ചാലും പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ അത് തന്നെ വീണ്ടും ഓർഡർ ചെയ്യും. പിന്നെ ഒന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിസ്സ, അല്ലെങ്കിൽ മാക്സിമം ഒരു ചൈനീസ്. കേട്ടോ സാലി ചേച്ചി, ഇവളുടെ നിർബന്ധം കൊണ്ട് ഇന്നലെ ഒരു പോർച്ചുഗീസ് റെസ്റ്റോറൻറ്റിൽ കയറി. ദോഷം പറയുന്നല്ലോ, ഇടിവെട്ട് ഫുഡായിരുന്നു. ആയിരുന്നല്ല, അതാ ഞാൻ പറഞ്ഞേ. ഈ രാജ്യത്ത് വന്ന് ഇവിടെ കാണാനുള്ളതെല്ലാം കാണുകയും രുചിക്കാനുള്ളതെല്ലാം രുചിക്കുകയും ചെയ്യാതെ ചുമ്മാ കയ്യിലെ പൗണ്ടും കെട്ടിപ്പിടിച്ച് വീട്ടിരുന്നിട്ട് എന്നാ കാര്യമാ? ആർക്കു വേണ്ടി സമ്പാദിച്ചു കൂട്ടുന്നത്? ഈ പിള്ളേർക്ക് വേണ്ടിയോ? ഇതുങ്ങളൊക്കെ വയസ്സായ തിരിഞ്ഞു നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? ജിമ്മി, നീ കഴിക്കാതിരിക്കുന്നതിന് മുമ്പ് അമ്മച്ചേച്ചനൊന്ന് കാണും. ആ ഫ്യൂണറലിന് പോയി തണുപ്പടിച്ചിട്ടായിരിക്കും, കുറച്ച് വലിവുണ്ട്.